സ്വന്തം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ നമ്മളെ ചതിച്ച്, സ്വന്തം ഹസ്ബൻഡ് തന്നെ. സോ അവിടെ നിന്ന് എല്ലാം കണ്ട് അറിഞ്ഞ് ആ ഒരു ലൈഫ് അവിടെ തന്നെ നിർത്തിയിട്ട് ഒരു ഗർഭിണിയായി 4 മാസം ഞാൻ എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ഇട്ടിട്ട് അവിടെ നിന്ന് വന്ന്. ഈ 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞു, വീട്ടുകാരുടെ സമ്മതത്തോടാണോ കഴിഞ്ഞത്? അല്ല, ഇറങ്ങി പോവുകയായിരുന്നോ? അതെ. ഒരു പ്രണയവിവാഹമായിരുന്നോ? അതെ, ഒരു ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു. നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നതാ. അതെ അല്ലേ? നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് വേറെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. ഇല്ല, അവിടെ അമ്മയും അച്ഛനും ഒന്നും നമുക്ക് ഇല്ല. നമ്മുടെ ആൾ തന്നെയാണ് എല്ലാം. അമ്മയും അച്ഛനും ജനിപ്പിച്ച് വളർത്തുന്നു, അവരെ പോലും മൈൻഡ് ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്നു സ്നേഹിച്ചൊരു വ്യക്തിക്ക് വേണ്ടി. ആ ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം എന്താ? എനിക്ക് വീട്ടിൽ നിന്ന് എല്ലാം ഒരു കൺട്രോൾ വൈബ്സ് ആയിരുന്നു. ഒരു കൂട്ടിലെ കിളിയായിരുന്നു. എനിക്ക് പറക്കുന്ന ഇഷ്ടമായിരുന്നു. എൻ്റെ സ്വന്തം തീരുമാനം എൻ്റെ ആവണം. അവിടെ ഒരു റൈറ്റ് ഇല്ല, അവിടെ ഒരു റോങ് ഇല്ല. ഞാൻ തന്നെ തീരുമാനം. അത് തെറ്റാണെങ്കിലും അത് എനിക്ക് മാത്രം ബോധിപ്പിക്കണം, വേറെ ഒരാളെ അല്ല. സോ അങ്ങനെ ഒരു സ്ഥലത്ത് അമ്മേരെ ഒരു എന്താ പറയുക, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, അച്ഛൻ അമ്മ പറഞ്ഞേ കേൾക്കും. അങ്ങനെ ഒരു ലൈഫിൽ ഒരാൾ എനിക്ക് ഒരു 99% എനിക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തി വന്നപ്പം ഞാൻ എൻ്റെ സ്വന്തം അമ്മ അച്ഛൻ്റെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോയി. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആൺമക്കൾക്ക് എപ്പോഴും അമ്മമാർക്കായിരിക്കും ഇഷ്ടം അല്ലേ? അതെ. പെൺമക്കൾക്ക് എപ്പോഴും അച്ഛന്മാരെ ആയിരിക്കും ഇഷ്ടം, അല്ല നേരെ ഓപ്പോസിറ്റ്, അച്ഛന്മാർക്ക് പെൺമക്കളെ ആയിരിക്കും ഇഷ്ടം. പോളൻ മല്ലുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? അമ്മയ്ക്ക് എപ്പോഴും ആൺമകനോടായിരുന്നു ഏറ്റവും കൂടുതൽ. നിങ്ങൾ 2 പേരാ? ഞങ്ങൾ 3 പേരാ. 3 പേരാ. അപ്പം ആങ്ങളോടായിരുന്നു വലിയ പ്രണയം, കെയറിങ് എല്ലാം അവനാണ്. പപ്പ എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, ആങ്ങളയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, എനിക്ക് സ്നേഹം ഇല്ല, എപ്പോഴും വഴക്ക്, എനിക്ക് ആരും സ്നേഹിക്കുന്നില്ല. ഈ ഒരു പരാതിയായിരുന്നു 15 വയസ്സ് തൊട്ട് ഒരു 34 വയസ്സ് വരെ. സ്നേഹം എന്താണ് തിരിച്ചറിയാൻ വേണ്ടി ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് പഠിച്ചൊരു കാര്യം, ഈ സ്നേഹം വേണം എന്ന് പറഞ്ഞ് ഓടിയൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എല്ലാവരും 8 പണി ചതിച്ച് എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ. സ്നേഹം വെറും ഒരു സീറോ. തുടക്കം എല്ലാം നല്ലതാണ്, എല്ലാം നല്ല, പിന്നെ പട്ടപൂജ, നമ്മൾ ആള് ഇല്ലാതെ ആയിപ്പോവും. വീട്ടിൽ നിന്ന് അച്ഛനമ്മ സ്നേഹമില്ല, വിവാഹം കഴിച്ച ഹസ്ബൻഡിന് സ്നേഹമില്ല, ഓഫീസ് ജോലികളിൽ പോയ കമ്പനികൾക്ക് സ്നേഹമില്ല, സുഹൃത്തുക്കൾക്ക് സ്നേഹമില്ല. ഒറ്റയ്ക്കായിരുന്നു ജീവിതം അന്നും ഇന്നും. എല്ലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എന്നിട്ട് ചിരിച്ചിരിക്കുന്നു. അതെ. ഇപ്പം പറയുകയുണ്ടായി 18ാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങി ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവുകയുണ്ടായി. പിന്നെ അവിടെ നിന്ന് ഒരു ഡിവോഴ്സിലോട്ട് വന്നത് ചേരുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടെ സ്നേഹിച്ച് ഏറ്റവും കൂടെ വിശ്വാസം ഉള്ള എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ഉള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വേറൊരു റിലേഷൻഷിപ്പിൽ പോയി. അത് ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് തന്ന്. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പുള്ളിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് പുള്ളിക്ക് എൻജോയ് യുവർ ലൈഫ് പറഞ്ഞിട്ട് ആ ലൈഫിൽ നിന്ന് ഞാൻ തന്നെ ഇറങ്ങിപ്പോയി ഒരു വ്യക്തിയാണ്. വിജയ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു. അപ്പം കുഞ്ഞുണ്ട്, ഗർഭിണിയായിരുന്നു 4 മാസം. അതുപോലും കണക്കാക്കാതെ ആള് വേറെ ഒരു റിലേഷനിൽ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് ഇറങ്ങിയത് എവിടാ? കാരണം വീടില്ല, വീട്ടിൽ നിന്ന് എല്ലാവരെയും പിണക്കി കൂടെ സ്നേഹിച്ചൊരു വ്യക്തിയോടെ പോകുന്നു. ആ വ്യക്തിയും പറഞ്ഞു വിടുമ്പോൾ പിന്നെ എവിടെയായിരുന്നു? ഒരു ചോദിച്ചിനല്ലേ. 4 മാസം ഗർഭിണിയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ അമ്മയുടെ അടുത്ത്. ഞാൻ പോയായിരുന്നു. അപ്പം ആങ്ങളേക്ക് പറ്റുന്നില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഇറങ്ങിപ്പോയല്ലേ, ഇത് ഇവിടെ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഒരു അമ്മയുടെ മുമ്പിൽ ഒരു മകൻ്റെ, എന്നെക്കാളും എല്ലാ ഒരു പെങ്ങളുടെ അനിയത്തിയുടെ ഒരു ഭാവിയായിരുന്നു അമ്മ കാണുക. ഞാൻ എൻ്റെ ജീവിതമായില്ല. അതായത് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി തിരിച്ച് വീട്ടിൽ കയറി വന്ന വീടിന് ശാപം തന്നെ, അല്ല നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നു. ആ ഒരു ചിന്താഗതി അമ്മയ്ക്കായിരുന്നു. എനിക്ക് പണ്ടോട്ട് ആരെയും ഉപദ്രവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന്
ഒരു സാരി ഞാൻ ഉടുത്ത സാരിയിൽ 500 രൂപ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ബാംഗ്ലൂർ ലോക്കൽ ട്രെയിനെ പോയി. എനിക്ക് ഒരു ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് അതെനിക്ക് കിട്ടി. ഞാൻ ആ ജോലിക്ക് പോയി ബാംഗ്ലൂർ സെറ്റിലായിരുന്നു. അന്നും ഗർഭിണിയാ ഈ ബാംഗ്ലൂർ പോകുമ്പോഴും? 4 മാസം. അങ്ങനെ ബാംഗ്ലൂർ പോകുന്നു. അവിടെ പോയി ജോലി ചെയ്ത് 9 മന്ത് പ്രസവരെ ഒരു 3 ദിവസം മുമ്പ് വരെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു. പിന്നെ എനിക്ക് പ്രസവിക്കണമല്ലോ, സോ വീട്ടിൽ എത്തണം. അല്ലെങ്കിൽ എവിടെ എനിക്ക് ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ് അവർക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സ്ഥലം, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. സോ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഞാൻ വിളിച്ചു, ഇങ്ങനെ ഉണ്ട്, എനിക്ക് വരണം, എനിക്കൊന്ന് കാണണം. പുള്ളിയുടെ അടുത്ത് ഞാൻ ചെന്ന് അപ്പം കണ്ടപ്പോൾ പറഞ്ഞു ആ ട്രെയിനിൻ്റെ ഇപ്പം അവിടെ ചത്തൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. സോ പറഞ്ഞു. സോ ആ ഒരു സമയം ഒരു ചിന്തിച്ചാൽ മതി എന്താണ് ഒരു ആ സമയത്ത് ഞാനൊരു സ്ത്രീയല്ല, ഒരു അമ്മയാവാൻ്റെ ഒരു സമയമായിരുന്നു. അപ്പം എൻ്റെ ഒരു ചിന്താഗതി പറഞ്ഞ് ഒരു സ്ത്രീ തെറ്റുകാരിയാവാം, പക്ഷേ ഒരമ്മ അവൾ ശരിക്കും ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും തെറ്റുകാരി ആവത്തില്ല. സോ എനിക്ക് എൻ്റെ കൊച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിപ്പോൾ ജീവിച്ചിരിക്കുന്നോ ഇല്ലെങ്കിലും എനിക്ക് പ്രസവിക്കണം, ആ ഒരു ചിന്താഗതിയായിരുന്നു. സോ പുള്ളിയുടെ കാലൊക്കെ പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് കൊച്ചു പ്രസവിച്ച് പുള്ളി ആശുപത്രിയിൽ നിന്ന് പോയായിരുന്നു. സോ ഞാനും പുള്ളിയുടെ മോളായിട്ട് പോലും പുള്ളിയുടെ കാല് പിടിക്കേണ്ടി വന്നു. പുള്ളിയുടെ കാല് പിടിക്കാൻ വന്നു. സോ 8 ദിവസം ഞാൻ ആശുപത്രിയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരു വീടും ഒരു വേലക്കാരി തന്നായിരുന്നു എന്നെയും കൊച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. തന്നു. സോ അങ്ങനെ ഒരു ജീവിതം, ഒരു കൊച്ചിക്ക് ഒരു 1.5 മാസമുള്ള സമയത്ത് ഞാൻ എന്തിനാ ഇങ്ങനെ പട്ടി പോലെ ജീവിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. സോ അതായത് ഒരു പ്രഗ്നന്റ് ആയ സമയത്ത് ഏതൊരു അമ്മമാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവ് തുണയായിട്ട് അടുത്തിരിക്കുക എന്നതാണ് അല്ലേ? എനിക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ ഭർത്താവ് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു സെർവന്റിനെ കൊണ്ട് വെച്ചു. രാവിലെ ഫുഡ് കിട്ടും, ഉച്ചയ്ക്ക് ഫുഡ് കിട്ടും, വൈകിട്ട് ഒരു ഫുഡ് കിട്ടും, കൊച്ചിലെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം അങ്ങ് നിന്നു പോവുക, കൈ പൈസ ഇല്ലാതെ ആയിപ്പോയി, സെർവൻ്റ് അങ്ങ് പോയി. കൊച്ചിക്ക് ഒരു 1.5 മാസമായി തൊട്ട് 1 മാസം ഇപ്പം എനിക്കൊരു ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. വാടക വീടായിരുന്നു. സോ ഹൗസ് ഓണർ വന്നപ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയായിരുന്നു. സോ ഞാനിതേ ചിന്തിക്കും, എൻ്റെ ഏറ്റുമാനും അപ്പ 2 കൈയുണ്ട് 2 കാലുണ്ട്, ജീവിക്കാൻ ഒരു തന്തയുടെ ഒരു മനസ്സുണ്ട്. സോ ഇറങ്ങാം ജോലിക്ക്, ഏത് ജോലിയാണെങ്കിലും. എൻ്റെ കൊച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് 4-5 വീടുകൾ പോയി തൊടിച്ച് അവിടുത്തെ ക്ലീനിങ് പണി, എല്ലാ പണി എൻ്റെ കൊച്ചിനെ അവിടെ അടുത്തൊക്കെ അടുത്തിപ്പിച്ചിട്ട്, എനിക്ക് ഏറ്റവും വലിയ എന്താ അറിയാമോ, ദൈവം ആ സമയത്തേക്ക് ഞാൻ ഏത് വീട്ടിൽ ചെല്ലുന്നു പറഞ്ഞ് അവിടെ എന്നെ വേലക്കാരി അല്ല കണ്ട്, ഒരു മോളെ പോലെ കണ്ട് എന്നെ. ഞാനൊക്കെ ഇവൻ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കൊച്ചിനെ കൽപ്പിച്ച് അവിടുത്തെ അമ്മമ്മമാരൊക്കെ. അപ്പം ഏറ്റവും വലിയ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഈ സ്ഥലത്ത് എൻ്റെ അമ്മ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വേണമായിരുന്നു. സോ ആരുമില്ലായിരുന്നു ആ സമയത്ത്. ഞാനുണ്ടായിരുന്നു, എൻ്റെ കൊച്ചിന് ചിരിയായിരുന്നു ആ സമയത്ത്. കുഞ്ഞിനെയും കൊണ്ട് മറ്റു വീടുകളിൽ വേലയ്ക്ക് പോയി ജീവിതമാർഗത്തിന്. അപ്പോഴൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൂർണ്ണമായിട്ട് അങ്ങനെ വേലയ്ക്ക് പോയി. പിന്നീട് അവിടെ നിന്നൊരു യാത്ര എങ്ങനെയായിരുന്നു? അവിടെ യാത്ര പറഞ്ഞ് ഏത് ജോലിക്കും എല്ലാ വിലയും ഉണ്ടല്ലോ, അതെന്താണെങ്കിലും. സോ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാട് വരും എന്ന് ഞാൻ ചിന്തിക്കാറ് ഇല്ലായിരുന്നു കേട്ടോ. അതായത് പ്രണയിച്ച് വീട് വിട്ടിറങ്ങുമ്പോഴും എന്നെ പൊന്നുപോലെ നോക്കും, ഞാൻ ചിന്തിച്ച ചിന്താഗതികളിൽ വരുന്ന വാഗ്ദാനങ്ങളെല്ലാം നിറവേറും. ശരിക്കും ആദ്യത്തെ പ്രണയകാലത്ത് വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് വിജയം കണ്ട വ്യക്തിയായിരുന്നു ശരിക്കും ആദ്യം തുടക്കം? അതെ, പുള്ളിക്ക് ഞാനായിരുന്നു എല്ലാം. ആ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനായിരുന്നു പുള്ളിക്ക് വലിയ ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഇപ്പോൾ ഒരാൾ നമുക്കൊരു സമയം തരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇല്ലേ തിരക്കുകൾ തുടങ്ങി, തിരക്കുകൾ തുടങ്ങി, ഒരു എക്സ്ക്യൂസ് തുടങ്ങാൻ തുടങ്ങി. അതുവരെ 10 മിസ് കോൾ വരുന്നിടത്ത് 5 ആകാൻ തുടങ്ങി, 4 ആകാൻ തുടങ്ങി, 1 ആകാൻ തുടങ്ങിയ 24 മണിക്കൂർ അടുത്ത് ഒരു 22 hours എനിക്ക് തരുന്ന സമയത്ത്, ഞാൻ ഗൾഫിനുള്ള സമയത്ത് എനിക്ക് തരുന്ന സമയം ഒരു ദിവസത്തിൽ 3 തോന്നെ. ഒരു രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിച്ചു. അപ്പം നമുക്കത്ര വിശ്വാസം ഉണ്ടായിട്ടല്ലേ നമ്മൾ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കത്തില്ല, ഓ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ശിവാണ് എന്ന് നമ്മൾ എപ്പോഴും ഈ
ഒരു 25% വൈഫ്മാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ ആണ് എന്ന് ചിന്തിക്കും. ഞാൻ എപ്പോഴും ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ പിള്ളേരോട്, അത്ര ചിന്തിക്കല്ലേ, ഒരു 99% ചിന്തിക്കില്ലേ. കാരണം എനിക്ക് പറ്റിയൊരു തെറ്റ് അത് ഒരു 75% വൈഫ്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡ്മാർക്കും പറ്റുന്നുണ്ട്, ആണുങ്ങൾക്കും പറ്റുന്നുണ്ട് ഈ ഒരു മിസ്റ്റേക്ക്. നമ്മുടെ പാർട്ട്ണർ 100% കറക്റ്റാണ് എന്ന് അവിടെയാണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി.